Hello, thank you. Thank you, Robin. Yeah, okay. ഞാൻ എന്താ പറയണ്ടത്, എവിടെ നിന്ന് തുടങ്ങണ്ടേ? തോമസ് പറഞ്ഞ കൂടുതൽ ഞാൻ എന്താ പറയണ്ടത്? നമ്മുടെ വിഗണിൽ ഒരേ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ, WMA, വിഗൻ മലയാളി അസോസിയേഷൻ അല്ലേ? നമ്മൾ ഒരു ചെറിയ സമൂഹം ഉണ്ടായിരുന്നു, തുടങ്ങിയപ്പോൾ ഒരു ചെറിയ സമൂഹം 6 ഫാമിലിയും തുടങ്ങി. ഇപ്പോൾ ഏതാണ്ടൊരു 300 ഫാമിലി അല്ലേ? ഒരു 300 ഫാമിലിയിലെത്തി. എത്ര മനോഹരമായിട്ട് പോകുന്ന ഈ കാര്യങ്ങൾ. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, നമ്മൾ ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ ഒരുമയാണ്. നമ്മൾ അഭിപ്രായ വ്യത്യാസം എന്തായാലും ഉണ്ടാകാം, നന്നായിട്ട് പോകുന്നൊരു ഫാമിലി. ഇപ്പം ഇത്രയും കാലമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 25 വർഷത്തോളമായി. ഈ 25 വർഷത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, പഴയ ആൾക്കാരുണ്ട്. ഇപ്പം തോമസ് നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും പറയാറുണ്ട്, ഇവിടെ 2 കാറ് വേണം, 4 വീട് വേണം, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു സാഹചര്യം, ഒരു സഹായങ്ങളോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റാവുന്ന ഒരു കാര്യങ്ങൾ എന്നെ സമീപിച്ച് ഞാൻ ചെയ്യാറുണ്ട്. WMAയിലുള്ള എല്ലാ ഫാമിലിയും ഒരു പ്രായമല്ല, അല്ലെങ്കിൽ ഒരു പദവിയല്ല, ഒരു കാര്യങ്ങളും ഒരു തടസ്സമാകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഒരു WMA ഫാമിലി സമീപിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളതിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സക്സസ് ആകുമെന്നുള്ളത് ഒരു കാരണവശാലും നമുക്കറിയത്തില്ല. പക്ഷേ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുണ്ട്, ഇനി മുമ്പോട്ട് ചെയ്തിരിക്കും. അതേ എനിക്ക് നിങ്ങളോടുള്ള പ്രോമിസ് ചെയ്യാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി ഒരു പ്രസിഡൻഷ്യൽ സ്പീച്ചിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി തോമസ് WMA എന്താണെന്നും ഏതാണെന്നും എനിക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന 3 സവിശേഷമായ ഒരു കാര്യം കൊണ്ട് പണ്ട് മുതലേ നമ്മളിത് തുറന്നു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈദ്, വിഷു ആൻഡ് ഈസ്റ്റർ അല്ലേ? ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ, പല തലത്തിൽ, പല നാടുകളിൽ നമ്മൾ വളർന്നു വരുന്ന ജനങ്ങളാണ്. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ കൂടുന്ന ഒരു ഇമ്പം ഉണ്ടാവണം. ഒരു കുടുംബത്തിൽ ഇമ്പം ഉണ്ടാകുന്നില്ല, നമ്മൾ ഒരു കുടുംബം ഒരു ഇമ്പം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബം ആകുന്നത് എങ്ങനെയാണ്, അത് ഒരു ഫീലിങ്സ് ആണ് WMA ഫാമിലീസ് എന്ന് എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്നത്. എനിവേ, ഞാൻ ഒത്തിരി ഒന്നും ഞാൻ നീട്ടുന്നില്ല, കാരണം നമ്മുടെ WMAയുടെ ഒരു ഫാമിലി, നമ്മുടെ WMAയുടെ ഒരു സ്ട്രക്ചറിനെ പറ്റി തോമസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാനും പറ്റിയില്ല. ഞാൻ ഇതിൻ്റെ ഒരു WMA പ്രസിഡന്റ് അത് മാറ്റി ഒരു പോസ്റ്റ് എന്ന് മാറ്റിരിക്കുന്ന മനുഷ്യനാണ്. ഇതിൻ്റെ ബാക്ക്വേർഡ് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ചെറുതായിട്ടൊന്നുമില്ല. അവരെ ഞാൻ ബേസിക്കലി ഒന്നും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ബാക്ക് ഞങ്ങളുടെ ഒരു കോർ കമ്മിറ്റി ഞങ്ങൾ 4-5 പേരുണ്ട്. അതല്ലാതെ 20 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അവർ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ഇതിൻ്റെ പുറകെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരുടെ വിജയമാണ് ഇന്ന് വന്നേക്കുന്ന ഈ ഇത്രയും ആൾക്കാരുടെയും അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ വിജയം. എൻ്റെ ഒരു വിജയമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കോർ കമ്മിറ്റി വിജയമല്ല. 20 പേരും ഞങ്ങളുടെ പുറകിൽ നിന്ന് അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാൻ ഒന്നാമതെനിക്ക് എല്ലാവരും എനിക്ക് അറിയില്ല. എൻ്റെ കമ്മിറ്റികൾ പറയും എങ്കിൽ പിന്നെ അവിടെ ചിരിക്കുന്നത് എനിക്കറിയാം, അവരെ പോലെ എനിക്ക് അറിയത്തില്ല. അവർ അതിഗംഭീരമായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരൊറ്റ റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. എനിവേ, താങ്ക് യു എല്ലാവർക്കും. ഈദിൻ്റെയും ഈ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും നല്ല ഒരു രാത്രി ഇവിടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.